രേഖ രതീഷ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അവര് ആ യൂട്യൂബർമാരുടെ പേരും കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. ഇവരുടെ ലൈഫിൽ സംഭവിച്ചത് വലിയൊരു ട്രാജഡിയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അവര് 4 വിവാഹം കഴിച്ചു, 5ാമതൊരു വിവാഹം കഴിക്കാൻ പോകുന്നു, അതും സാരി മാറുന്നത് പോലെ എന്ന രീതിയിലൊക്കെയാണ് അത്രേ 20 യൂട്യൂബർമാർ വീഡിയോ ചെയ്തത്. അതിൽ 3 യൂട്യൂബർമാരുടെ പേര് അവർ എടുത്തു പറയുന്നുണ്ട്. മറുനാടൻ മലയാളിയും അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നേ. ഓക്കെ, എന്തായാലും ഇവര് ഏഷ്യാനെറ്റിന് കൊടുത്ത ബൈറ്റ് ഒന്ന് കാണാം. അതുകൂടാതെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. ഒരു മനുഷ്യനെ കൂട്ടത്തോടെ ഒരു 30 യൂട്യൂബേഴ്സ് ആണ് ഇടുന്നത്. എന്തിനാണ് ഒരു മനുഷ്യനെ ഇത്ര മാത്രം ഇത് പിച്ച് ചീന്താൻ എന്ത് പാപം ചെയ്തു നിങ്ങളോട് ഞാൻ? കഥയറിയാതെ ദൈവത്തെ ഓർത്ത് പറയരുത്. യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എൻ്റെ ഓപ്പോസിറ്റ് വന്ന പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അറിയാൻ മേലാത്തവർ ഒരു ചാനലിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സ്ലോ മോഷൻ ഷോർട്സും കാണിച്ച് എന്നെ ചിത്രീകരിക്കുമ്പോൾ ഞാനിപ്പോഴും പറയാൻ ഞാൻ അങ്ങനെ ഒരു സ്ത്രീ അല്ല. എൻ്റെ ലൈഫ് വേറെയാണ്. എന്നെ അറിയാതെ ആരും ഒന്നും പറയണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ. ഞാനിത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ അടുത്തും പറയാണ്. നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലതും ഇടണ്ട, നിങ്ങൾ എന്നെക്കുറിച്ച് ചീത്തയും പറയണ്ട. ഞാൻ ജീവിച്ച് പോയിക്കോട്ടെ. ഓക്കെ, ഇവരുടെ ഈ വാക്കിനിടയിൽ നിങ്ങൾ കേട്ട ഒരു വാക്കായിരിക്കും കഥയറിയാതെ. കഥയല്ല ഇത് ജീവിതം എന്ന ഒരൊറ്റ പ്രോഗ്രാം കൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം ഹേറ്റേഴ്സ് ഉള്ളത് എന്നുള്ളതാണ്. എന്താണ് ഇവരുടെ ലൈഫിൽ സംഭവിച്ചത്? ഇവരെന്തുകൊണ്ടാണ് സാരി മാറുന്നത് പോലെ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ആ ഒരു വാക്ക് കേൾക്കേണ്ടി വരുന്നത്? ഇവരുടെ ആദ്യ വിവാഹം കഴിയുന്നത് 2000-ലാണ്. 2000 ഏപ്രിൽ യൂസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വിവാഹം കഴിച്ചത്. എന്നാൽ ആ ബന്ധത്തിന് വെറും 8 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവര് ഡിസംബറിൽ തന്നെ ബന്ധം വേറിട്ടു. ഇതാണ് ഒന്നാമത്തെ വിവാഹം. രണ്ടാമത്തെ വിവാഹം നടക്കുന്നത് നിർമ്മൽ പ്രകാശ് എന്ന് പറയുന്ന ഒരു സീരിയൽ ആക്ടറിനെയാണ്. 9 വർഷത്തോളം അയാളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്. 9 വർഷത്തോളം. 2001 വിവാഹം കഴിയുന്നു. 2010 അദ്ദേഹം മരണപ്പെട്ടു. ആ ഒരു മരണമാണ് ഒരു പക്ഷെ അവര് പിന്നീട് ഈ പേരുകളൊക്കെ കേൾക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ വിവാഹം വേറിട്ടതിന് ശേഷം രണ്ടാമത്തെ വിവാഹം ഒരു 9 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. സാരി മാറുന്നത് പോലെ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ആളുകൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. മൂന്നാമത്തെ വിവാഹം നടക്കുന്നത് കമൽ റോയ് എന്ന് പറയുന്ന വ്യക്തിയാണ്. 2012-ലാണ്. അതായത് ആ മരണം 2010 കഴിയുന്നു. 2012 മറ്റൊരു വിവാഹം കഴിക്കുന്നു. കൽപ്പന, അതേപോലെ തന്നെ ഊർവശി, ഇവരുടെയൊക്കെ ഒരു സഹോദരനെയാണ് ഇവർ വിവാഹം കഴിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് കമൽ റോയ് എന്നാണ്. 2017-ലാണ് ഇവർ ബന്ധം വേറുന്നത്. ഈ ഒരു ബന്ധത്തിലാണ് അയൻ എന്ന ഒരു മകൻ ഇവർക്ക് ജനിക്കുന്നത്. ഒരു മകനുണ്ട്. ആ മകന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്ന് ഇവരെല്ലാ വീഡിയോയിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മകൻ കമൽ എന്ന് പറയുന്ന വ്യക്തിയിൽ ഉണ്ടാവുന്നതാണ്. 2017 അവർ വിവാഹം വേറിട്ടുണ്ട്. പിന്നെ വീണ്ടും 2 വർഷം കഴിഞ്ഞിട്ട് 2019 ഒരു വിവാഹം കഴിയുന്നുണ്ട്. 2019 കഴിക്കുന്ന വിവാഹമാണ് അഭിലാഷ് എന്ന് പറയുന്നത്. 2020 അത് പിരിയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ കഥയല്ലത് ജീവിതം എന്ന പ്രോഗ്രാമിൽ കണ്ട വ്യക്തിയാണ് അഭിലാഷ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈം പീരീഡ് നോക്കണം. 2000, 2001 അടുത്ത വിവാഹം കഴിയുന്നു. 2012 അടുത്ത വിവാഹം കഴിയുന്നു. 2019 അടുത്ത വിവാഹം കഴിയുന്നു. ഇവിടെ 2 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അതിൻ്റെ ഒരു 9 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ലൈഫിൽ എല്ലാവരുടെയും സക്സസ് ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ അല്ലെ? അങ്ങനെ സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. അവരുടെ ലൈഫ് ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ ഇപ്പൊ അടുത്താണ് ഒരു വീഡിയോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത്. എ ന്യൂ ചാപ്റ്റർ ബിഗിൻ ഇൻ രേഖ രതീഷ് ലൈഫ് എന്ന് പറയുന്ന ഒരു എ ന്യൂ ബിഗിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും. ആ ഒരു വീഡിയോ ഫെബ്രുവരി 5 ഇട്ടതാണ്. ഈ 5 ശേഷം അവർ വേട്ടയാടപ്പെടലിന് വിധേയമായിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതിൽ 3 യൂട്യൂബ് ചാനൽ വ്യക്തമായിട്ട് ഇവരെ ഹണ്ട് ചെയ്തു. സാരി മാറുന്നത് പോലെ വിവാഹം കഴിച്ചു എന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്ന് പറയുന്നത്. അതായത് 2020 ശേഷം പിന്നീട് ഒരു വിവാഹം കഴിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ആളുകൾ ഇത് വിവാഹമാണ് എന്ന രീതിയിൽ ഒരു സീരിയൽ നടനാണ് ഈശ്വർ രഘുനാഥ്, അങ്ങനെ എന്താണ് ആളുടെ പേര്, ആളെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. അവർ ഭയങ്കര വിഷമായി. പിന്നെ ആ വിഷയത്തിൽ അവര് മിണ്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോ ഏകദേശം 10, 15, 16 ദിവസത്തിന്റെ അടുത്തായില്ലേ, അപ്പോഴാണ് അവര് സംസാരിക്കുന്നത്. ഓക്കെ, അതാണ് വിഷയം. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് തന്നെ കടക്കാം കേട്ടോ. ഇവരെ ഇന്നും ക്രൂശിക്കുന്ന ആളുകളുണ്ട്. അത് കഥയല്ലത് ജീവിതം കണ്ടതുകൊണ്ടാണ്. ആ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് അത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ കല്യാണം കഴിക്കൂ കഴിക്കാതിരിക്കൂ, ഇതെല്ലാം എൻ്റെ മാത്രമായിട്ടുള്ള പേഴ്സണൽ കാര്യമാണ്. നിങ്ങൾ യൂട്യൂബേഴ്സ് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ചെയ്തോളൂ, സന്തോഷമുണ്ട്. എല്ലാ കുടുംബങ്ങളും നന്നായി ജീവിക്കണം. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവരെയും സാധാരണക്കാരെയും വലിച്ചു കയറി പേസ്റ്റാക്കിയിട്ട് നിങ്ങൾ 1 രൂപ ഉണ്ടാക്കല്ലേ. ഒരുപാട് പേരുടെ പ്രാക്കുകൾ അതിലുണ്ടാവും. നിങ്ങളത് മനസ്സിലാക്കണം.
കാരണം ഇവർ തരുന്ന തംബ്നെയിൽസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മകൻ 9ൽ പഠിക്കാൻ ഇൻസ്റ്റ എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ പിള്ളേരിരുന്ന് പറയാണ് തുണി മാറുന്നത് പോലെ ഭർത്താക്കന്മാർ മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട്, നിങ്ങൾക്ക് നാളെ മക്കളുണ്ടാകത്തില്ല പിള്ളേരെ, നിങ്ങളൊരു അമ്മയുടെ വയറ്റിൽ നിന്ന് തന്നെയല്ലേ ഉണ്ടായി വന്നത്. ഓക്കെ, അതാണ് ഞാൻ ആ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ ആ വിവാഹ ബന്ധ സമയങ്ങളെ കുറിച്ചിട്ട്, ആ കാലയളവുകളെ കുറിച്ചിട്ട് വീഡിയോയിൽ പറഞ്ഞത്. സാരി മാറുന്നത് പോലെ എന്നൊരു സാധനം വന്നത് ഒരുപക്ഷെ സിനിമാ ലോകത്തുള്ള ആളുകൾ ഇടക്കിടക്ക് വിവാഹം കഴിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു വർഷത്തിനിടയിൽ ബന്ധം വേറിടും, അടുത്ത കല്യാണം കഴിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പൊതുവെ ആളുകളുടെ ഒരു പൊതുബോധം കൂടിയാണത്. അതാണ് ഇവിടെ ആളുകൾ പറയാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ കഥയല്ലിത് ജീവിതം, അത് കണ്ട വ്യക്തികൾക്ക് ഒരിക്കലും രേഖയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം അന്നത്തെ വാക്കുകൾ അതൊക്കെ മൂർച്ചയുള്ളതായിരുന്നു. എന്ത് പറഞ്ഞാലും കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. വന്ന് നിന്നു, സംസാരിക്കുന്നു, ലിപ്സ്റ്റിക് ഇട്ടേക്കുന്നു, ഫേസിൽ മേക്കപ്പ്, ഒരു സാധനം ഇട്ടിട്ടില്ല. നിങ്ങൾ കണ്ടോളൂ. കാരണം ഇതൊക്കെ നിങ്ങൾ പറയുമ്പോണ്ടല്ലോ മാനസികമായി ഉണ്ടാകുന്ന വേദനകൾ ക്രൂരമായ രീതിയിലാണ്. ഈ വിഷയത്തിൽ സത്യഭാമ, നമ്മുടെ കലാമണ്ഡലം സത്യഭാമ വീണ്ടും പരിഹസിച്ചതുപോലത്തെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ഒന്ന് വായിച്ചുതരാം. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. സോഷ്യൽ മീഡിയ ബുള്ളിങ് നേരിടുന്ന കേരളത്തിലെ ആദ്യത്തെ വനിതയാണോ നിങ്ങൾ? 5 കല്യാണം സാരി മാറുന്ന പോലെ നടത്തിയാൽ പിള്ളേര് വെറുതെ ഇരിക്കുമോ? എപ്പോ കേറ്റി വിട്ടു എന്ന് ചോദിച്ചാൽ പോരെ റോക്കറ്റില്? നിങ്ങൾ ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ടാണ് ഇത്രക്ക് ടെൻഷൻ. കുറച്ചുനാൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ ഹാപ്പി ആയി ഇരിക്കൂ, എല്ലാം റെഡിയാകും. ഓക്കെ, അതൊരു സപ്പോർട്ടും ഒരു ഊക്കും കൂടിയാണ് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ അവർക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയും. കാരണം പുതിയ ഒരു ബ്രാൻഡ് അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഒരു ക്ലോത്തിങ് ബ്രാൻഡ്. അപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുക. ഒരു പക്ഷേ ഇപ്പൊ 2 വീഡിയോ വന്നു. 2 വീഡിയോ ആ ഒരു ക്ലോത്തിങ് ബ്രാൻഡിനെ കൂടുതൽ മുന്നോട്ട് നയിപ്പിക്കാനുള്ള ഒരു ഊർജം നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിന്റെ ഊർജം കൂടിക്കൊണ്ടിരിക്കും. ഇനി എന്താണ് ആ വീഡിയോ എന്ന് കാണണ്ടേ? കാണാം. എല്ലാവർക്കും നമസ്കാരം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ മനുഷ്യർക്കും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇത്രയും പേര് എനിക്ക് വേണ്ടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഒരുപാട് സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്. ബഹുമാനപ്പെട്ട CM ശ്രീ പിണറായി വിജയൻ സാറിനും പ്രദീപ് സാറിനും ശശി സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇന്നലെ 3 മണിക്ക് ഞാൻ CM ഓഫീസിൽ ചെന്നു. എൻ്റെ പരാതികൾ ഞാൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരി എന്ന നിലയിൽ പ്രദീപ് സാറും ശശി സാറും എനിക്ക് തന്ന സപ്പോർട്ടും ധൈര്യവും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, അപ്പൊ അവര് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതാണ് അവര് നന്ദി രേഖപ്പെടുത്തുന്നത്. പക്ഷെ ഇതിലേറ്റവും കൗതുകം തോന്നിയ ഒരു കാര്യമുണ്ട്, അത് ഈ ക്ലിപ്പാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ്, ഞാൻ എല്ലാ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മേ ബി അപ്പോഴത്തെ മാനസികാവസ്ഥ എന്നെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പറയിപ്പിച്ചത്. അതാരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു, ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, അത് ആ വീഡിയോയിൽ കൃത്യമായിട്ട് എല്ലാ യൂട്യൂബർമാരെയും പൊങ്കാല ഇടുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് തിരിച്ച് അങ്ങോട്ട് എല്ലാവരും ഇട്ട് പൊങ്കാല എടുത്തതും പഴയ വീഡിയോസ് ഒക്കെ കുത്തിപ്പൊക്കിയതും. നേരെ തിരിച്ച് മറുനാടൻ മലയാളി ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു രീതിയിൽ അന്വേഷണം നടത്തുകയും നിങ്ങൾക്ക് അന്ന് തന്നെ എല്ലാ യൂട്യൂബർമാരും സപ്പോർട്ടും ചെയ്തേനെ. കാരണം അത് കുത്തിപ്പൊക്കാൻ ആളുകൾ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ എല്ലാ യൂട്യൂബർമാരെയും കുറ്റം പറഞ്ഞപ്പോ ആളുകൾ അത് കുത്തിപ്പൊക്കി, അത്രേ ഉള്ളൂ. മനഃപൂർവ്വം ചെയ്തതല്ല ആ വീഡിയോ. ആ ഒരു സ്പോട്ടിൽ അമ്മ ആരോടെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് ആ പ്രഷർ മാറുന്നുണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് എൻ്റെ മുന്നിൽ വന്നത് മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് അതെൻ്റെ ലാസ്റ്റ് ഹോപ്പായിരുന്നു. അങ്ങനെയാണ് ഞാനത് ട്രൈ ചെയ്തത്. ഇൻസ്റ്റ മുഖേനയാണോ ഇത് അറിയിക്കേണ്ടതെന്ന് പലരും ചോദിച്ചു. ഇൻസ്റ്റ മുഖേന അല്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ പല പ്രാവശ്യം കമ്മീഷണർ ഓഫീസും പോലീസ് സ്റ്റേഷനും വർഷങ്ങളോളം കയറി ഇറങ്ങിയിട്ടുണ്ട്. എനിക്കതുകൊണ്ട് ഒന്നും നേട്ടം കിട്ടിയിട്ടില്ല. ഓക്കെ, ഭരണ നേട്ടത്തിൽ ഒന്ന് സ്ത്രീ സുരക്ഷയെ കുറിച്ചിട്ടാണ് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് പെട്ടിന്റെ പണിയാണല്ലോ കൊടുത്തേ. കാരണം അവർ നിരന്തരമായിട്ട് കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല. അവസാനം സോഷ്യൽ മീഡിയ ശരണം. സോഷ്യൽ മീഡിയയിലാണ് ഇപ്പൊ എല്ലാവരും എല്ലാം കൊടുത്തിരുന്നത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അവിടെ നേരിട്ട് ചെന്നിട്ട് ഒന്നും നടക്കുന്നില്ല. നേരെ തിരിച്ച് എവിടെന്നെങ്കിലും ഒരു ഊമക്കത്തും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ അറസ്റ്റ് ചെയ്തതുപോലെ ഓരോന്ന് കൊണ്ടുപോകാൻ ഉണ്ടാവും എന്നുള്ളതാ. കൊള്ളാം. പിന്നെ ഇതെല്ലാം തള്ളിക്കളഞ്ഞ് ഞാൻ എൻ്റെ മകനുമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഈ ഒരു 3 മാസമായിട്ടുള്ള ഈ സ്ട്രെയിൻ എനിക്ക് ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു ലെവലിൽ എത്തിച്ചു എന്നെ. എന്തുകൊണ്ട് എല്ലാവരുടെയും പേര് പറഞ്ഞില്ല എന്ന് വെച്ചു. 10-20 പേരുണ്ട്. ഞാൻ എങ്ങനെ പറയും? ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറയാതിരുന്നത്. 1, 2, 3 പേര് എന്നെ കൂടുതൽ ഹേർട്ട് ചെയ്തവരെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എ ബാക്ക് ഡിബേറ്റ് എന്ന് പറയുന്ന ഒരു ഇത്. അതുപോലെ തന്നെ മറുനാടൻ മലയാളി, സിനി ലൈഫ്. ഇതിൽ ഈ മറുനാടൻ മലയാളിയും സിനി ലൈഫാണ് ആദ്യം ഇതിൻ്റെ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഈ വിത്ത് പാകിയത്. അവിടെ നിന്നും തുടങ്ങിയതാണ്.
എന്നെ മാനസിക സംഘർഷത്തിലും വീണ്ടും ഒരു 14 വർഷം മുമ്പേ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയ ഒരു രേഖയിലേക്ക് എത്തിച്ചത് എബാക് ഡിബേറ്റ് എന്ന് പറയുന്ന ചാനലിലെ 2 പെൺകുട്ടികൾ വന്നിരുന്ന് പറഞ്ഞേക്കുന്ന ചില വാക്കുകളും പ്രസന്റ് ചെയ്തേക്കുന്ന രീതിയും ഹറാസ്മെന്റും നിങ്ങൾ കണ്ടു നോക്കൂ. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സഹിക്കാൻ പറ്റാവുന്നതിന്റെ അങ്ങറ്റമായിരുന്നു അത്. ഓക്കെ, കാണാത്തവരെ വീണ്ടും കാണിക്കല്ലേ. കാരണം നമ്മള് ഇതുവരെ ആ ഒരു ചാനലിലെ ആ ഒരു പരിപാടി കണ്ടിട്ടില്ല. പിന്നെ എഗ്ബാക്ക് ഇത് കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്നൊരു ഓർമ്മയില്ല. ഈ സിനി ലൈഫും കേട്ടതുപോലെ ഉണ്ട്. ഇത് മുഖം കാണിക്കാതെ ഇങ്ങനെ ഓരോന്ന് പറയുന്ന ഒരു ചാനലല്ലേ, ഒരു സ്ത്രീ അല്ലേ. പിന്നെ മറുനാടൻ മലയാളി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവരായിരുന്നു ഇത് ചെയ്തതെങ്കിൽ അത് ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾ അതിന് പിന്നാലെ പോയിട്ട് അത് കുത്തിപ്പൊക്കിയിട്ട് പൊങ്കാല അങ്ങോട്ട് കൊടുക്കില്ലായിരുന്നില്ലേ ചേച്ചി? ഇതിപ്പോ ആളുകളെ കൊണ്ട് മുഴുവൻ പഴയതൊക്കെ കുത്തിപ്പൊക്കിച്ചിട്ട് അയ്യോ. ഞാനും എൻ്റെ മകനും വളരെയധികം വേദനിച്ച ഒരു വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ കക്കിരിയൻ ഫാമിലി ബ്രദറെ, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്? എൻ്റെ മകൻ ഇൻസ്റ്റയിൽ കണ്ടിട്ട് എന്നോട് വന്ന് ചോദിക്കുകയാണ്, സാരി മാറ്റുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താ അമ്മ എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിനോട് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം? ബ്രദറെ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ മകനോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കൂ പ്ലീസ്. ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. സാരി മാറുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ അത് പറഞ്ഞു കൊടുക്കും? നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കൂ എന്നുള്ളത്. അതിനുള്ളൊരു മറുപടി എന്നോണം ഞാൻ എന്റെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തും ചെയ്തു. അവരുടെ വിവാഹം നടന്ന വർഷത്തെ കുറിച്ചിട്ടും അതിൽ സംഭവിച്ച കാര്യങ്ങളുടെ ഒരു ചെറിയ സൂചന ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എഐനോട് ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ഇട്ടുന്നു. അത്രക്ക് പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊന്നും പ്രൈവറ്റ് ആയിട്ടുള്ള സാധനങ്ങളല്ല എന്നുള്ളതാണ്. ഇതാണ് സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഒരു കുഴപ്പം. എല്ലാ കാര്യങ്ങളും പബ്ലിക്കിന്റെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഒരു നന്മയും ഞങ്ങൾക്ക് ചെയ്യണ്ട. പക്ഷെ പ്ലീസ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ. ഞാനും എൻ്റെ മകനും ഈ കൊച്ചു കേരളത്തിൽ ജീവിച്ചു പൊയ്ക്കോട്ടെ. ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ വരരുത് പ്ലീസ്. എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ മെസ്സേജുകളും കോൾസും തിരിച്ചു ചെയ്തിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ, എന്നെ വിളിച്ചവർ എല്ലാവർക്കും ഞാൻ 1000 നന്ദികൾ പറയുന്നു. എന്നെ മാത്രമല്ല, ഇതുപോലുള്ള എൻ്റെ ഫീൽഡിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ ക്രൂരമായി ക്രൂശിക്കുന്ന തംബ്നെയിൽസും കാര്യങ്ങളും ദൈവത്തെ ഓർത്തിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരരുത്. ഞങ്ങളും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ തന്നെയാണ്. നിങ്ങൾക്കൊരു തോന്നലുണ്ടാവാം ജോലി ഇതാണ്, അതുകൊണ്ട് ഞങ്ങളെന്തോ വലിയ അല്ല. ഞങ്ങളും സാധാരണക്കാരായ അന്നുള്ള വരുമാനത്തിൽ ജീവിച്ചു പോകുന്നവരാണ്. ദയവേത് മനസ്സിലാക്കുക. ഞങ്ങളെ ഉപദ്രവിക്കാതെ നിങ്ങൾ നല്ല വീഡിയോസ് ചെയ്യും, ഞങ്ങളും സപ്പോർട്ട് ചെയ്യാം ഉറപ്പായിട്ടും. മോശമായ തംബ്നെയിൽസും കാര്യങ്ങളും ഉപയോഗിച്ച് ഞങ്ങളെ വേദനിപ്പിക്കാനോ ഞങ്ങളുടെ മെന്റൽ സ്ട്രെസ്സിനെ തകർക്കാനോ ശ്രമിക്കരുത് പ്ലീസ്. ഇതൊരു അഭ്യർത്ഥനയാണ്. ഓക്കെ, സഹപ്രവർത്തകരെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ഉപ്പുമുളകിലെ ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ, കള്ളു കുടിച്ചിട്ട് വാഹനം ഓടിച്ച ഒരാളെ കൊന്നത്. അവരൊക്കെ എപ്പോഴും സീരിയലിൽ ഉണ്ട് കേട്ടോ ചേച്ചിയെ. അപ്പൊ അതിനൊക്കെ ഒന്ന് സംസാരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് മറുനാടൻ മലയാളി, എബാക്ക് എന്നൊരു സാധനം, പിന്നെ സിനി ലൈഫ് എന്ന് പറയുന്ന മറ്റൊരു ചാനൽ. ഇവരാണ് ഇവർ നിരന്തരമായി ക്രൂശിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഇവരുടെ ഒന്നാമത്തെ വീഡിയോ വൈറലായ സമയത്താണ് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നത് തന്നെ കാണുന്നത്. ഇവരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളത്. അതിൽ യൂട്യൂബർമാരെ കുറിച്ച് മൊത്തത്തിൽ അവഹേളിച്ചപ്പോഴാണ് പഴയ വീഡിയോ എനിക്ക് കുത്തിപ്പൊക്കേണ്ടി വന്നത്. ഇപ്പൊ കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പോ അവരെ ആ രീതിയിൽ ആളുകൾ ക്രൂശിച്ചിട്ടുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യം തന്നെയാണ് ഇവരെത്ര വിവാഹം കഴിച്ചെന്നും ഇന്ന ഡയറ്റുകളാണ് ഇന്ന ആളുകളാണ് എന്നൊക്കെ കൃത്യമായിട്ട് അവിടെ ഡാറ്റ കിടക്കുന്നുണ്ട്. അപ്പോ സാരി മാറുന്നത് പോലെ വിവാഹം കഴിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, ഇത് ഏത് രീതിയിലുള്ള ഡിഫോർമേഷനിലേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ.